ഇന്ത്യയിലെ മിഷൻ കംപ്ലീറ്റ് ഡിഫറെൻ്റ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ മിഷൻ ഡിഫറെൻ്റാന്ന് പറയുന്നത്? ഇന്ത്യയിൽ ആദ്യം കൊടുക്കേണ്ടത് ഇവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിനെ അവനെ മനുഷ്യനാക്കി എടുക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അതിനിവർ സമ്മതിക്കത്തില്ല. കാരണം അവൻ മാറിക്കഴിഞ്ഞാൽ അവനെ ആദ്യം പോയി തലക്കടിക്കുന്നില്ല അവനെ ആയിരിക്കും. അതാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാരണം. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇതെല്ലാം വിട്ടിട്ട് ബുദ്ധിസ്റ്റ് ആകാൻ പോയത്. അപ്പം പറയാൻ പോകുന്നത് ഈ പറയുന്ന സംഭവങ്ങൾ കൊണ്ടൊന്ന് ഭയക്കുകയൊന്നും ചെയ്യേണ്ട. ഇപ്പം പഞ്ചാബിലൊക്കെ എത്രയോ വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇപ്പം മാറ്റം ഉണ്ടായത്. അവിടെ സർദാർമാരുടെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള സിഖുകാരുടെ വലിയ മാറ്റം ഉണ്ടായില്ലേ? അവരെ മുഴുവനായിട്ട് ഡൗൺ റോഡനായിട്ട് ഐസൊലേറ്റ് ചെയ്ത് വെച്ചേക്കുമല്ല. അത് വേറെ വേറെ ഗുരുദ്വാര, അവർക്ക് വേറെ ഗുരുദ്വാര, ഇവർക്ക് വേറെ ഗുരുദ്വാര. അവിടെ ചേഞ്ച് ഉണ്ടായില്ലേ? ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണം എന്ത്? തമിഴ്നാട്ടിൽ മുന്നേറ്റം ഉണ്ടായോ ഇല്ലയോ ചെന്നൈ പോയാലും മനസ്സിലാക്കും. കാസ്റ്റ് ബേസ് തന്നെയാണ്. അതാണ് മുഴുവനും പൊളിഞ്ഞ് നാശമായി പോയത്. ദ്രാവിഡിയൻ കൾച്ചർ. എവിടെ പോയി പിന്നെ സനാതനം? തമിഴ്നാട്ടിൽ പോയി സനാതനം എന്ന് പറയാൻ പറ്റുമോ? ഒരു ജഡ്ജ് സനാതനം പറഞ്ഞതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇതിൻ്റെ കഥ. ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യനും ലൈഫിൽ ടഫായിട്ടുള്ള ഒരു ടൈം സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ എന്ത് ചാരിറ്റി ചെയ്താലും, ഫ്രീ ആയിട്ട് എന്ത് ചാരിറ്റി ചെയ്താലും, അതുപോലും ഈ പറയുന്ന ചലഞ്ചുകളിൽ കൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് പോയി ഒരു സാധനം കൊടുക്കുന്നു, ഒരു ഷാള് കൊടുക്കുന്നു, അവൻ ആഹാരം കൊടുക്കുന്നു. അത് ചലഞ്ചിൽ കൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ ഡിഫിക്കൽറ്റിയും നിങ്ങൾ മോൾഡും ഷേപ്പും ചെയ്യുന്നത്. ആ മോൾഡും ഷേപ്പും ചെയ്യുമ്പോഴാണ് ആ ടെറൈൻ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ പെട്ടെന്ന് പ്ലെയിനായിട്ടുള്ള റോഡിൽ കൂടെ ഓടുന്നവൻ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവൻ പെട്ടെന്ന് ഹിമാലയൻ ടെറൈനിലോട്ട് കയറിയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഹിമാലയത്തിൻ്റെ ടെറനും മറ്റുള്ള ടെറൈൻ, ഈ സംഭവങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അത് എല്ലാവർക്കും നല്ലത്, എല്ലാ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ലൈഫിൽ നല്ലതുകൊണ്ട് മോശമായ സമയമുണ്ട്. ഇതൊരു മോശമായ സമയം ഉണ്ടാക്കി കിട്ടിയതാണ്. ഈ ഒരു സമയത്തോട് ഈ സമയമാണ് മാക്സിമം പ്രയോജനപ്പെടുത്തി മോൾഡും ഷേപ്പും ചെയ്യേണ്ടത്.